എന്റെ ചോദ്യം ഇതാണ്, ഇത്രയും അത്ഭുതങ്ങളൊക്കെ കാട്ടിയ കർത്താവിന് ഇത് തന്നെത്താൻ കണ്ടുപിടിച്ച് തന്നെത്താൻ ചെന്ന് ഇത് അറേഞ്ച് ചെയ്ത് നമ്മളൊക്കെ കല്യാണം വിളിക്കുന്ന പോലെ ശിഷ്യന്മാരെ വിളിച്ചാൽ പോരായിരുന്നോ? പക്ഷെ കർത്താവ് പറഞ്ഞത്, എനിക്ക് പെസഹ ഒരുക്കാനുള്ള ശാല നിങ്ങൾ സെറ്റാക്കണം. തയ്യാറുള്ളവരെന്ന് കരമടിച്ച് കർത്താവ് 10,000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, 1000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, കർത്താവിന്റെ നാമത്തെ സെലിബ്രേറ്റ് ചെയ്യത്തക്ക നിലയിൽ. ഇത് സ്വർഗത്തിന്റെ ആവശ്യമാണ്, ഇത് ദൈവരാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ചർച്ച് പണിയാനായിട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് പുറകിരിക്കുന്നവർ കേൾക്കാവോ? ഏറ്റവും പുറകിൽ കൈ ഉയർത്തി കാണിക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഷൽമോനെ, നന്നായിട്ട് നീ കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് നീയും നന്നായി. അവന് കല്യാണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു, നല്ലതായിട്ടുണ്ട്. ഒന്ന് കൈ അടിച്ച് അവനെ ഓർത്ത് ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവന്റെ കല്യാണം. സ്തോത്രം. മോളുണ്ടോ കൂടെ? കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച് കേട്ടോ, എല്ലാവരും നോക്കുക മോനെ, നിനക്ക് ഇവര് സമ്മാനമൊക്കെ തരും. ഞാൻ നോക്കി ആരാണ്ട് പറയുന്നു അത് മാത്രം പറയരുതെന്ന്. അത് ഞങ്ങളതൊന്നും ശീലിച്ചിട്ടില്ല എന്ന് ചേർന്ന് രാമീൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ചർച്ചിന്റെ പണികള് നമ്മൾ ആരംഭിക്കുന്ന സമയത്ത്, ഞാനൊരു രാത്രിയിൽ എൻ്റെ സമയത്തുള്ള നമ്മുടെ മിഡ് നൈറ്റ് പ്രയറിൽ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് ഒരു വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ശരിക്കും പറഞ്ഞാൽ ആ വേർഡ് എന്നെ അങ്ങ് ഉടച്ചെന്ന് പറഞ്ഞാൽ എന്നിൽ ആവേശം ഉണ്ടാക്കി, എന്നിൽ ഉത്സാഹം ഉണ്ടാക്കി, എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഉടച്ച വാക്യം. ഞാനും ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ ഇതിനെ ഒരു സാധാരണ കാര്യമായി മാത്രം കണ്ടിരുന്ന ആളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ജെറുസലേം ദേവാലയം പോലൊരു സംഭവം അല്ലിത്. ഇതൊരു ഹോള്, ജനത്തിന് ദൈവത്തെ വന്നിരുന്ന് ആരാധിക്കാനുള്ള ഒരു സ്ഥലം. ആലയം പണിയുന്നു, ചർച്ച് പണിയുന്നു എന്നൊക്കെ പറയുമ്പം പണ്ടത്തെ സമാഗമന കൂടാരം പോലെ ഒന്നും കണ്ടേക്കരുത്. അതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെ? ഹല്ലേലൂയ. പക്ഷെ അത് ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? 2 ശമൂവേലിന്റെ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ, അന്ന് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിലേ അതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നല്ല. അതിൻ്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും അതിന്റെ 2-ാമത്തെ വാക്യവും 3-4 ഭാഗങ്ങളൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അത് ഒന്ന് ഉറക്കെ വായിക്കാവോ? യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത്, ദാവീദ് രാജാവ് തന്റെ അരമനയിൽ വസിക്കുന്ന കാലത്ത്, ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത്. ഇത് രാജാവിന്റെ സങ്കടമാണ്. രാജാവ് പറയാണ്, ഞാൻ നല്ല വീട്ടിൽ താമസിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടതെല്ലാം നൽകിയിരിക്കുന്നു, പക്ഷെ എന്റെ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലകൾക്കകത്ത് യോഗ്യമല്ലാത്ത ഒരിടത്തിരിക്കുന്നു. അതിനുവേണ്ടി യോഗ്യമായ ഒരിടം ഉണ്ടാകണം, ജനത്തിന് ഒന്നിച്ചു വന്ന് അവന്റെ നാമത്തെ ഉയർത്തുവാൻ, ആരാധിക്കുവാൻ. 4-ാമത്തെ വാക്യത്തിൽ, അന്ന് രാത്രിയിൽ നാഥാൻ പ്രവാചകനോട് ദൈവം ഇടപെടുകയാണ്, എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഞാനൊരാലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വരുന്നത്. ഇത് ദാവീദ് പറഞ്ഞതല്ല, ഇത് നാഥാൻ പ്രവാചകൻ പറഞ്ഞതല്ല, ഇത് യഹോവയുടെ അരുളപ്പാടാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചോട്ടെ, അപ്പൊ ദൈവം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലേ? പറഞ്ഞേ, കൊടുക്കുന്നില്ലേ? പക്ഷെ ഇതിനകത്ത് എവിടെയാണെന്ന് അറിയാം പാസ്റ്റേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഈ ഓൺലൈനിൽ കാണുന്നവരെല്ലാം സഹകരിക്കേണ്ടത്? ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഹഗായി 1:8, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. അപ്പോ മലയിൽ പോകേണ്ടതും മരം കൊണ്ടുവരേണ്ടതും ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതും നാം ഓരോരുത്തരുമാണ്, അല്ലേ? മനുഷ്യരോടല്ലേ ദൈവം അത് പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഞാനതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
യേശു കർത്താവിന് ഇതിനകത്ത് ഇച്ചിരി പ്രാധാന്യത ഉണ്ടായിരുന്നത് കൊണ്ടാണ് യോഹന്നാൻ 2:17 എഴുതിയിരിക്കുന്നത്, ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു എന്നൊക്കെ. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു എന്ന് ലൂക്കോസ് 4:16 എഴുതിയിട്ടുണ്ട്. അപ്പോ അന്നത്തെ കാലത്തും യേശുവിന്റെ കാലത്തും കണ്ടോ, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അന്നത്തെ കാലത്തും ജനത്തിന് ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരിടവും സംവിധാനവും ഉണ്ടായിരുന്നു. യേശു അവിടെ പോകുമായിരുന്നു. എത്ര പേര് ആമീൻ പറയും? അതുകൊണ്ട് ഇത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ബൈബിൾ ഇതിനെ ഒരിക്കലും തിരസ്കരിക്കുന്നില്ല, നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ പ്രവൃത്തിക്ക് വേണ്ടി ബൈബിളും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ, സഭയിലുള്ള വിശ്വാസികൾക്കൊക്കെ നമുക്ക് ഹഗായിയുടെ കാലത്ത് മരവും തടിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി? നിങ്ങൾ തീരുമാനിക്കുക. ഈ ദിവസങ്ങളിൽ തന്നെ തീരുമാനിക്കുക. നിങ്ങളതിൽ സഹകരിക്കുക, നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സമയം വരുന്നു, കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ ദൈവം നമ്മളെ അനുവദിക്കുന്ന പക്ഷം ആ വാഗ്ദത്തം നിറവേറുമ്പോൾ 10,000 അവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്കും പറയാം, നിങ്ങൾക്കും ദൈവസന്നിധിയിൽ പറയാം, ഞാൻ ചുമ്മാ ഇതിനകത്ത് വന്ന് കൊണ്ട് മാത്രം വാചകം അടിച്ചു പോയ ആളല്ല, ചുമ്മാ കൈപൊക്കിയിട്ട് പോയ ആളല്ല. കർത്താവെ, എന്നാൽ കഴിയുന്നത് ഈ ആലയത്തിന് വേണ്ടി ഞാനും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിക്കാവോ? കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? പാസ്റ്റർമാരെല്ലാം ഒന്ന് സ്റ്റേജിൽ വന്നേ, വർഷിപ്പ് ടീം എല്ലാം ഒന്ന് എല്ലാവരും കൈ ഉയർത്തി പിടിച്ച്. കർത്താവേ, ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ കൂട്ടത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ദാവീദ് പറയുന്നുണ്ട്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് മഹത്വം ഉണ്ടാകണം. Thank you, Holy Spirit. Thank you, Lord Jesus. കലത്തിലെ മാവ് കുറയാതെ, കലശത്തിലെ എണ്ണ തീരാതെ എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ പ്രവാചകനായ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ഇവിടുന്ന് എഴുന്നേറ്റ് സരാഫത്തിലേക്ക് ചെല്ലുക, അവിടെ നിന്നെ കരുതേണ്ടതിന് ഞാൻ വരുമെന്നല്ല, അവിടെ നിന്നെ കരുതേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാനൊരു സഹോദരിയോട് അത് സംസാരിച്ചിരിക്കുന്നു. അവിടെ ഞാൻ വന്ന് നിനക്ക് തരുമെന്നല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് ഡയറക്റ്റായി കാക്ക അയച്ചു തന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവിടെ നിന്നെ കരുതാൻ ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ കണ്ടത്, പരിചയപ്പെട്ടത് അങ്ങനെ ഒരാളെ അല്ല. താൻ കേട്ട വാഗ്ദത്തത്തിന്, താൻ കേട്ട പ്രോമിസിന് എതിരായ, ഒട്ടും യോജിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ള ഒരു വ്യക്തിയാണ് ഏലിയാവ് കാണുന്നത്. പക്ഷെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ സാഹചര്യത്തെ തിരിക്കുന്നില്ല. വാഗ്ദത്തം ഉണ്ടെങ്കിൽ അതിനെ ദൈവം തിരിക്കും. ഓ ജീസസ്, ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ തീരുമാനത്തെ ഞാൻ ബ്ലസ് ചെയ്യുക, ലൈഫിനെ ഞാൻ ബ്ലസ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുക. കരുതണമേ നിന്റെ ജനത്തെ, കരുതണമേ നിന്റെ ജനത്തെ, കരുതണമേ. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവരെല്ലാം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ ആവശ്യത്തിന്റെ നടുവിൽ ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. കേവലം ഒരു തീരുമാനമാകാതെ നിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച, നിന്റെ സന്നിധിയിൽ പ്ലഡ് ചെയ്ത ഈ മക്കൾ സത്യസന്ധതയോടെ അത് നിവർത്തിക്കുവാനുള്ളത് നിന്റെ കരത്താൽ അവർ മേളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അടിയൻ അവരെ അനുഗ്രഹിക്കുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.